ഇന്ദ്രിയങ്ങൾക്കാണോ വിഷയങ്ങൾക്കാണോ സൂക്ഷ്മത കൂടുതൽ? ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഉപനിഷത്ത് ഗീതയിൽ പറഞ്ഞത് അതേപടി കണ്ണടച്ച് വിശ്വസിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗീത പ്രമാണമാണ്. പ്രമാണം പ്രമാജനകമാണ്. യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിനാണ് നമ്മൾ പ്രമാണം എന്ന് പറയുക. ആ പ്രമാണമാണ് പറഞ്ഞത് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ. കഠോപനിഷത്തിൽ നമ്മൾ പഠിച്ചത്. ഗീതയിലേക്ക് വരാം. ഇന്ദ്രിയേഭ്യ പരാ ഹി അർത്ഥാഹ എന്ന്. അർത്ഥേഭ്യശ്ച പരം മനഃ. മനസസ്തു പരാ ബുദ്ധി. ബുദ്ധേരാത്മാ മഹാൻ പരഃ. മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷ പരഃ. പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠ സാ പരാഗതി എന്നാണ് നമ്മൾ ഉപനിഷത്തിൽ പഠിച്ചത്. ഗീതയിൽ ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. അതുതന്നെയാണ് അവിടെ ഈ ഭാഗം അങ്ങ് മാറ്റി. ഏത് ഭാഗം? മഹാൻ മഹതപരം അവ്യക്തം അവ്യക്താത് പുരുഷപര എന്നുള്ളത് ഭഗവാൻ അങ്ങോട്ട് മാറ്റി. കാരണം അതൊക്കെ കേട്ട അർജുനാകെ സന്ദേഹം വരും. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി ഈ പറഞ്ഞ 2 മന്ത്രങ്ങളുടെ സാരം ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു തന്നു. അവിടെ എന്താ പറഞ്ഞത്? ഇന്ദ്രിയാണി പരാണ്യാഹു. ഇന്ദ്രിയങ്ങൾ പരങ്ങളാണ്. എന്തിനപേക്ഷിച്ച്? സ്ഥൂല ശരീരം അപേക്ഷിയ. സ്ഥൂല ശരീരത്തിൻ്റെ അപേക്ഷയിൽ ഇന്ദ്രിയങ്ങൾ പരങ്ങളാണ്. ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ് മനസ്സ്. അതിൻ്റെ ഇടയ്ക്ക് വിഷയത്തെ പറഞ്ഞു. ഉപനിഷത്ത് അത് വിട്ടുകളഞ്ഞു ഭഗവാൻ. കാരണം ഇന്ദ്രിയത്തെ വിഷയത്തോട് ചേർത്തു. അങ്ങനെയാണത്. ഇവിടെ കഠോപനിഷത്തിലെ സമാനാർത്ഥത്തിൽ തന്നെയാണോ പ്രയോഗിച്ചിരിക്കുന്നത്? സമാനാർത്ഥം അല്ലാണ്ട് എങ്ങനെയാ? കാരണം ഉപനിഷത്ത് സാരമാണ് ഗീത. ഉപനിഷത്തിൽ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഒന്നും ഗീതയിലില്ല. ഉപനിഷത്തുക്കളുടെ സാരമാണ് ഗീത. ചുരുക്കി പറയുകയാണല്ലോ. ഇത്രയും വിപുലമായി ഉപനിഷത്തിൽ പറഞ്ഞത് മുഴുവൻ ചുരുക്കി ഭഗവാൻ പറഞ്ഞ സാരഭൂതമായിട്ട്. അപ്പോൾ ഗീതയുടെ ഉപദേശങ്ങളെ വിസ്തരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉപനിഷത്തിനെ നമ്മൾ വിപുലീകരിക്കണം. ചിലർ പറയാറുണ്ട്, സ്വാമി ഉപനിഷത്തൊക്കെ വളരെ കഠിനാട്ടോ, ഗീത വളരെ എളുപ്പമാണ്. നേരെ തിരിച്ചാ. ഭഗവത്ഗീത കഠിനമാണ്, ഉപനിഷത്തുക്കൾ എളുപ്പമാണ്. ഭാഷ ഉപനിഷത്തിൻ്റെ ലളിതമല്ല കേട്ടോ. ഭാഷ ആണെന്ന് പറയുന്നില്ല. ഭാഷ ഗീതയുടെ ലളിതമാണ്. പക്ഷെ പ്രതിപാദനം ഉപനിഷത്താണ് എളുപ്പം. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഗീതയെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറയണത് ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. പലരും ആദ്യത്തെ വാക്ക് പറയാറുണ്ട്, സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് പറയും. ഇതും കൂടി പറയണം, ദുർവിജ്ഞേയാർത്ഥം. മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളതാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയണമെങ്കിലോ? അതാണ് ഗീത. ഉപനിഷത്തുള്ള പോലെയാണ് പറയുക. ഗീത അതിനാറ്റി കുറുകി ചുരുക്കി പറയുകയാണ്. അങ്ങനെയാണ്ട് പറയാൻ വിഷമമുണ്ട്. പരമ്പരാഗതമായ പഠന രീതിയിൽ ആദ്യം ഗീതയാണോ പഠിക്കുക ഉപനിഷത്താണോ എന്ന് ചോദിച്ചാൽ പറയാൻ വിഷമമുണ്ട്. പല ആചാര്യന്മാർ പല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് പറയാം, ഉപനിഷത്തുക്കൾ പഠിച്ചാൽ പിന്നെ ഗീത പ്രത്യേകം പഠിക്കേണ്ടതില്ല. ഉപനിഷത്ത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഗീത എന്തിനാ പഠിക്കണത്? ഗീത വായിക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാവും. ഉപനിഷത്ത് ബോധം നമ്മുടെ അരികിലുണ്ടെങ്കിൽ അനായാസേന ഗീത മനസ്സിലാവും.